ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. നിക്ഷേപക സൗഹൃദത്തിന് അനുകൂലമായി കേരളത്തിൻ്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ സമഗ്രമായ പുതുക്കിപ്പണിയൽ. നിലവിൽ നേടിയെടുത്ത സാഹചര്യത്തെ പരമാവധി സംസ്ഥാന താൽപ്പര്യത്തിന് അനുകൂലമായി ഒരുക്കുന്ന ആഗോള നിക്ഷേപക സംഗമം അത് നാളെ നടക്കുന്നു. ഇതിനിടെ മോദി സർക്കാരിൻ്റെ കാവ്യവൽക്കരണത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഇടതുപക്ഷ നീക്കത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പോലും പ്രശംസിക്കേണ്ടി വരുന്നു. രാഷ്ട്രീയത്തിലും ഭരണത്തിലും വ്യക്തമായ ദിശാബോധമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ആശയത്തിലും വികസനത്തിലും ആ വ്യക്തതയാണ് സംസ്ഥാന സർക്കാരിൽ പ്രതിഫലിക്കുന്നത്. എന്നാൽ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ തരൂർ പറഞ്ഞതിൽ തന്നെ തിരിഞ്ഞുമറിയുകയാണ് ഇപ്പോഴും പ്രതിപക്ഷം. പറഞ്ഞത് മാറ്റിപ്പറഞ്ഞും നേതാക്കൾ തമ്മിലെ തീരാത്ത കലഹങ്ങളുമായി വലതുപക്ഷം ആടിയുലയുമ്പോൾ കൂടെയുള്ള ലീഗിന് പോലും പരാതിയുമായി ഡൽഹിയിലേക്ക് പോകേണ്ടി വരുന്നു. സർക്കാർ കുതിപ്പിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ കിതയ്ക്കുകയാണോ പ്രതിപക്ഷം? ചർച്ച ചെയ്യാം നമുക്ക്. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: എ സമ്പത്ത്, CPIM പ്രമുഖ നേതാവ്; സേനാപതി വേണു, കോൺഗ്രസ് മുതിർന്ന നേതാവ്; ഒപ്പം M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ചർച്ചയിലേക്ക് പോകാം. ആദ്യം കോൺഗ്രസ് വക്താവ് ശ്രീ സേനാപതി വേണുവിലേക്ക്. ശ്രീ സേനാപതി വേണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ നടക്കുന്ന നിക്ഷേപക സംഗമമടക്കം മറ്റുള്ള വികസനത്തിന് ഇതുവരെ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ശശി തരൂരിന് പോലും പുകഴ്ത്തേണ്ടി വന്ന സാഹചര്യത്തെ അനുഗുണമായി ഉപയോഗിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രീതി തന്നെയാണ് നാളത്തെ നിക്ഷേപക സംഗമത്തിലും ആഗോള നിക്ഷേപ സംഗമത്തിലും കേരളം കാട്ടുന്ന മാതൃക. ഇങ്ങനെ ഒരു വശത്തുകൂടി സംസ്ഥാനം അതിൻ്റെ കുതിപ്പ് തുടരുമ്പോൾ പ്രതിപക്ഷത്തിന് പക്ഷേ ഇപ്പോഴും കിതപ്പാണ്. അജിംഷാ, പ്രതിപക്ഷത്തിന് ഒരു കിതപ്പുമില്ല. പ്രതിപക്ഷം അതിശക്തമായി കുതിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങ് ഇൻട്രോയിൽ പറഞ്ഞ ഒരു കാര്യം, ശശി തരൂരിന് പോലുമല്ല, ശശി തരൂർ മാത്രം, ശശി തരൂര് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തിരുത്തേണ്ടതായിട്ട് തിരുത്തേണ്ടതല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചാണ് എന്ന്. ഇവിടെ 2,90,000 പുതിയ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ പുതുതായി വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ കണക്കൊന്ന് പുറത്തേക്ക് വിടും. അതിന്റെ എവിടെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്? കേരളത്തിലെ ഈ 1000-ഓളം പഞ്ചായത്തുകളും 200-ഓളം വരുന്ന എന്താ പറയുക, ചെറുതും വലുതുമായ മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ കോർപ്പറേഷനുകളും ഉൾപ്പെടെയുള്ള ഈ കേരളത്തിൽ എവിടെയാണ് ഈ 2.9 ലക്ഷം അല്ലെങ്കിൽ 2,90,000 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിന്റെ രേഖ അത് പുറത്തുവിടണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അത് പുറത്തു വരുന്നില്ല. ഇനി ശശി തരൂരിന്റെ ലേഖനം, ഞാൻ ഈ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ വന്നില്ല. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരള ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ P. രാജീവ് announced that one can now open a business in Kerala in 2 minutes. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ മന്ത്രി രാജീവ് പറഞ്ഞതായി ലേഖനം മുഴുവൻ വായിക്കൂ താങ്കൾ. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണത്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ ആഗോള ഏജൻസികളെയും, അതായത് അന്താരാഷ്ട്ര ഏജൻസികളെ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ, എന്താണ് ഗ്ലോബൽ ഇക്കോസിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ദേശീയ ഏജൻസി എന്താണ് നിക്ഷേപ സൗഹൃദത്തെ സംബന്ധിച്ചുള്ള അവരുടെ റാങ്കിങ്, ഇതൊക്കെയാണ് താൻ ഡാറ്റകളായി തൻ്റെ മുമ്പിലെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സംസ്ഥാന സർക്കാരിൻ്റേതല്ല ഈ കണക്കുകളൊന്നും. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിൽക്കുന്ന ഏജൻസിയുടെ കണക്കിൽ പ്രകാരമാണെന്ന് ശശി തരൂർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, ശശി തരൂരിന്റെ ആവർത്തനം അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മുടെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് വേണ്ടി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന് വേണ്ടി ഡേറ്റ കൈമാറിയിട്ടില്ല എന്ന് CEO അനൂപ് രാധികയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ. ഇനി മറ്റൊന്ന്, വിവരാവകാശ നിയമപ്രകാരം ഇന്നലെ പുറത്തു വന്ന മറ്റൊരു രേഖയാണ്. അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, റാങ്ക് ഒബ്റ്റൈൻഡ് ബൈ കേരള സ്റ്റേറ്റ് ഇൻ ദ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ലാസ്റ്റ് 5 years. അപ്പൊ അതിന്റെ മറുപടി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റാങ്കിങ്, ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് UTS, യൂണിയൻ ടെറിട്ടറീസ്, therefore no state or union territory is ranked as first, second or third.
അപ്പോ മന്ത്രി പി രാജീവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കേന്ദ്രത്തിൽ ഈ എവിടെ ശശി നിന്നാണ് തരൂരിൻ്റെ കിട്ടിയിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ്. ശ്രീ സേനാപതി വേണു അങ്ങനെ കടന്ന് കറങ്ങേണ്ടതില്ല. ഒന്ന്, ശശി തരൂർ ഇത് പറഞ്ഞതിന് മുമ്പ് ആന്ധ്ര മുഖ്യമന്ത്രി ദാവോസിൽ വെച്ച് നടന്ന ആഗോള മീറ്റിൽ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ്. തങ്ങളുടെ സ്ഥാനം കേരളം ഇപ്പോൾ അടിച്ചെടുത്തു, അത് അസൂയാവഹമായ രീതിയിൽ കാണുന്നു, തങ്ങളത് തിരിച്ചു പിടിക്കാൻ നോക്കും എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത് വലിയ വൈറലായ സംഭവമാണ്. അല്ല അപ്പോൾ ഇതൊക്കെ അല്ല ഇതൊക്കെ ഞാന് ഇതൊക്കെ ഞാൻ- ഇതൊക്കെ അല്ല ഞാൻ ഇതൊക്കെ വസ്തുതകളായി അവിടെ നിൽക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇന്ന് ദേശീയ കൺവെൻഷനിൽ വി ഡി സതീശന് പോലും സംസ്ഥാനത്തിൻ്റെ നീക്കത്തെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്നു. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ചെയ്തികളെ കണ്ണടച്ച് കാടടച്ച് എന്തിനേയും എതിർക്കാമെന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ലെന്ന് ശശി തരൂരിൻ്റെ കാര്യത്തിൽ അടക്കം പ്രതിപക്ഷ നേതാവിന് മനസ്സിലായ ഒരു രാഷ്ട്രീയം. ഒന്ന്. രണ്ടാമത്തേത്, കേരളത്തിൻ്റെ നീക്കം അത്ര സുവ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാവ്യവൽക്കരണത്തിനെതിരെ, അതായത് UGCയുടെ കരട് ഭേദഗതിക്ക് അടക്കമെതിരായ കാര്യങ്ങളിൽ. ഇതിലൊക്കെ വി ഡി സതീശന് പോലും പിന്തുണയ്ക്കേണ്ടി വന്നു സർക്കാർ നീക്കങ്ങളെ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെയൊക്കെ നോക്കി കാണേണ്ടത്. സേനാപതി വേണു. അല്ല, ഇപ്പോ നാളെ നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്ന 21, 22 തീയതിയിൽ നടക്കുന്ന നിക്ഷേപകരുടെ എന്താ പറഞ്ഞ ഒരു കൂട്ടായ്മ. ആ നിക്ഷേപകരുടെ കൂട്ടായ്മയെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രതിപക്ഷത്തിനും എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും നല്ലത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. ഇപ്പൊ ലോക കേരള സഭ കഴിഞ്ഞ ജൂൺ 12, 13, 14 തീയതികളിലാണ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. ജൂണിന് ശേഷം ഇപ്പോൾ 6, 2, 8 മാസത്തോളമായിരിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്ത്? അതൊന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടതില്ലേ? ഇവിടെ റാങ്കിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു, കേരളം നിക്ഷേപ സൗഹാർദ്ദത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് മന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ ഞങ്ങൾ മന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ആ റാങ്കിങ്ങിൽ ഏത് ഏജൻസി അല്ലെങ്കിൽ ഗവൺമെന്റ്, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന അവരാണല്ലോ ഇതിന്റെയൊക്കെ റാങ്കിങ് കൊടുക്കേണ്ടത്. അവർക്ക് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു അങ്ങനെ 1, 2, 3 എന്ന് പറയുന്നു ഒന്ന് കേരളത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനോ ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ബിസിനസ് റിഫോംസ് എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ സേനാപതി വേണുവിലേക്ക് എത്താം. ശ്രീ എം ജയചന്ദ്രനും അതെ അല്ല ഇതെല്ലാം സമ്പത്തും ഒക്കെ ഉണ്ട്. ശ്രീ എ സമ്പത്ത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഒരു ഗുമ്മിന് പറഞ്ഞതല്ല പ്രതിപക്ഷം കിതയ്ക്കുന്നു എന്നത്. അക്ഷരാർത്ഥത്തിൽ കിതയ്ക്കുകയാണ്. കാരണം ഓരോ വിഷയങ്ങളെ, സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, കേരളയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും ഉള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ, ഞാൻ എ സമ്പത്തിലേക്ക് പോവുകയാണ്, ഞാൻ സേനാപതി വേണുവിലേക്ക് എത്താം. ശ്രീ എ സമ്പത്ത് ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും എണ്ണി പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇതാ ശശി തരൂരിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിയ ഡാറ്റകൾ, അത് ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ ഡാറ്റകളാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ലേഖനത്തിലും അതേ പുറത്തും അതേ പറയുന്നു അദ്ദേഹം. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഉയർത്തിയ വിവാദങ്ങളൊക്കെ വിഴുങ്ങി പിൻവാങ്ങുകയും പുതിയ വിവാദങ്ങളുമായി എത്തുകയാണ്. അത് കൂടുതൽ അപഹാസ്യമാക്കുകയല്ലേ പ്രതിപക്ഷത്തെ ചെയ്യുക? അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷം? ശ്രീ എ സമ്പത്ത്. അജിംഷാദേ, ഇതിൽ നമ്മളൊരു കാര്യം, ഞാനിപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് ഞാൻ ഓടി വരുന്നത്, ഞാനൊരു ജാഥയുടെ സമാപന യോഗത്തിൽ നിന്ന് അതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് വീർത്ത് കുളിച്ച് ഓടി വന്നതാണ്. 2 മിനിറ്റ് വൈകിയതിൽ ദയവായി ക്ഷമാപണം. നമ്മുടെ മറ്റ് 2 അതിഥികൾ കൂടി ഉള്ളതാണ്. ഞാൻ സാധാരണ നമ്മളെ എല്ലാവരും ഒരേ സമയം, അതെ, ഞാൻ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. CPM അത്തരത്തിലൊരു ചോദ്യം അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയ്ക്കായി വിഷയീഭവിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ കാൽനട പ്രചരണ ജാഥയാണ്. കാൽനട പ്രചരണ ജാഥയിൽ ഞാൻ ഉൾപ്പെടെയുള്ള പാർലമെൻ്റ് അംഗമായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ, നിയമസഭാംഗങ്ങളായിരുന്നിട്ടുള്ളവരും ഇപ്പോഴത്തെ നിയമസഭാംഗങ്ങളും പൊതുപ്രവർത്തകരും എല്ലാം ഈ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം 124 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഏറ്റവും കൊടിയ ചൂടിനെ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ ചുവന്ന കൊടികളും ഏന്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും 100-ലേറെ സമര വോളണ്ടിയർമാർ അവർ ഇങ്ങനെ സ്ഥിരമായി ആ ജാഥയിൽ പങ്കെടുക്കുക, അതിൽ സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ അനുധാവനം ചെയ്യുക, ഈ യോഗങ്ങൾ കേൾക്കാനായി വന്നിരിക്കുക. കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അതിലിപ്പോൾ ഞാൻ LDF UDF എന്നുള്ള നിലയിലുള്ള ഏതെങ്കിലും ഒരു തർക്കത്തിനല്ല, ഒപ്പം കേരളം ഇനിയും മുന്നോട്ടേക്ക് പോകേണ്ടതിൻ്റെ അനിവാര്യത
എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് കേരളത്തോട് കാട്ടിക്കൊണ്ടിരിക്കുന്ന കൊടിയ ക്രൂരത എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അതൊരു ഉപമിക്കേണ്ടത് വാസ്തവത്തിൽ ഇത് ധൃതരാഷ്ട്ര ആലിംഗനത്തോടൊന്നുമല്ല. ഇത് ഈ വല്ലാതെ ഈ രക്തം ഊറ്റിക്കുടിക്കുന്ന രക്തരക്ഷസിനെയോ അതിനും അപ്പുറം ഈ ദ ലാസ്റ്റ് പൗണ്ട് ഓഫ് ഫ്ലഷ് അത് ചോദിക്കുന്ന ഷൈലോക്കോ അവരൊക്കെ തന്നെ ഇതിൽ നാണിച്ചു പോകും ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ. ഇവിടെ ഈ കേരളം നേടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം ഏറ്റെടുത്തത് അതും പൂർത്തിയാക്കിയത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓർക്കേണ്ട ഒരു കാര്യം, പ്രളയം, പ്രകൃതി ദുരന്തങ്ങൾ, കോവിഡ് മഹാമാരി, നിപ്പ വൈറസ്, ഇത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പോകുമ്പോൾ ഭരണഘടന അനുസരിച്ച് ഈ സംതൃപ്തമായ സംസ്ഥാനങ്ങൾ, ശക്തമായ കേന്ദ്രം എന്നത് നമ്മൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങളും കേരളം ഉൾപ്പെടെ 29 ഉണ്ടായിരുന്നു. അത് ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവിയെല്ലാം പോയി. കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറികളും എല്ലായിടത്തും ജനങ്ങളാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ന് ഈ മൂന്നാം മോദി സർക്കാർ നേരത്തെ തന്നെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അത്തരത്തിലുള്ളൊരു തൊട്ടുകൂടായ്മ, അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയമായ തിമിരം, അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കണം. ഏറ്റവും ഒടുവിൽ ഇത് കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമായി മാറുകയാണ് സമസ്ത മേഖലകളിലും. അപ്പോൾ ഇതിൽ കേരളത്തിലെ പ്രതിപക്ഷം UDF, കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും UDF അത് അവരെല്ലാവരും തന്നെ ബഹുമാന്യരായ നേതാക്കന്മാരാണ്. അവരെടുക്കേണ്ടുന്നൊരു നിലപാടെന്താണ്? ഇത് നമ്മുടെ നാടാണ്, നമ്മുടെ നാടിൻ്റെ വിഷയമാണ്. നമ്മുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് ആ കാര്യങ്ങളിൽ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് നടപടികൾ കൈക്കൊള്ളേണ്ടത്. ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ നേടിയ നേട്ടങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിക്കാനും ഈ കൊള്ളയടിക്കുന്ന നിലയിലേക്കല്ലേ. വാസ്തവത്തിൽ പൊതുസമ്പത്തിൻ്റെ കൊള്ളയടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നാം ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ള ഭൂമിയിൽ കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിൽപ്പന ചരക്കാക്കി ഇന്ത്യ ഗവൺമെൻറ് വയ്ക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്നത്, ഇപ്പം ഞാൻ ഈ നേരത്തെ ഇപ്പോൾ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CAA അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഇപ്പോൾ അതിലൊക്കെ കുറേയൊക്കെ ഒരുമിച്ചൊക്കെ പലപ്പോഴും ഈ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി കേരളം അണിനിരന്നിട്ടുണ്ട് എങ്കിലും വളരെ പെറ്റി പൊളിറ്റിക്സിൻ്റെയും അത് ഒരു പക്ഷേ തങ്ങളിൽ ആരാണ് ഇനി ഈ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് മാധ്യമങ്ങളെ കൊണ്ടും അങ്ങനെ തങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെ കൊണ്ടും ഇങ്ങനെ ഈ പറയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വല്ലാത്ത ഒരു പ്രയത്നത്തിലേക്ക് പോവുക എന്നുള്ളത് ഈ ഒരു കാലത്ത് അത് യോജിച്ചതല്ല എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കേരളം നേട്ടങ്ങൾ നേടിയിട്ടുള്ളത് അതിന് ഇനിയിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് തന്നാലും ശരി, അതിനപ്പുറം ഇനി യുണൈറ്റഡ് നാഷൻസ് സർട്ടിഫിക്കറ്റ് തന്നാലും ശരി, നമുക്കെല്ലാം അറിവുള്ളൊരു കാര്യമുണ്ട്. ഞാനതിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാം. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലുമുള്ള ഒരു വർഗം ഇന്ന് കേരളത്തിലില്ലല്ലോ അജിംഷാദെ. ഒരു വർഗം ഇന്ന് കേരളത്തിലില്ല, അത് ജന്മിവർഗമാണ്. സഖാവ് EMS എഴുതുന്ന സമയത്ത് ഈ കേരളം മലയാളികളുടെ മാതൃഭൂമി എഴുതുന്ന സമയത്തും പിന്നീട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യം, ജാതി ജന്മി നാടുവാഴ്ത്ത വ്യവസ്ഥ എന്നുള്ളതിൽ നിന്ന് ജന്മിത്വം കേരളത്തിൽ അത്തരത്തിൽ ഈ പറയുന്ന ലാൻഡ് ലോഡ് എന്നൊരു ക്ലാസ് ഇന്നില്ല. നമ്മളതറിയണം. നമ്മൾ എത്തി നിൽക്കുന്ന ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലെ ശരാശരി പ്രതീക്ഷിത ആയുസ്സിന് 10 വയസ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും എത്തി നിൽക്കുക. നമ്മൾ മുകളിൽ അത്തരത്തിൽ നിൽക്കുക. നമ്മൾ മത്സരിക്കുന്നത്, നമ്മൾ കോവിഡ് കാലത്ത് പോലും നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അത് UK സമമാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടല്ല മത്സരിക്കുന്നത്. കേരളത്തിൻ്റെ ഇപ്പം നമുക്ക് ഖനവ്യവസായങ്ങളൊന്നും നമുക്ക് പറ്റില്ല, നമുക്കുള്ള വ്യവസായങ്ങൾ അത്തരം കാര്യങ്ങൾ. ഒപ്പം നമ്മുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളത്തിലായിരുന്നു. അത് സഖാവ് EK നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അന്ന് വ്യവസായ വകുപ്പിൻ്റെ കീഴിലായിരുന്നു. അതിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ സഖാവ് ഗൗരിയമ്മയായിരുന്നു മന്ത്രി. അത് കഴിഞ്ഞ് പിന്നീട് ആലോചിച്ച് നോക്കുക, ഏഷ്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ഇപ്പോൾ ഈ 10,000-കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ അവിടെ ആരംഭിക്കുകയും അതിൻ്റേതായിട്ടുള്ള ഈ അനുബന്ധ സ്ഥാപനങ്ങളായി കുറേയൊക്കെ വർക്ക് അറ്റ് ഹോമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ ഞാനിപ്പോൾ പറയുന്നതിൻ്റെ കാരണം ഇത് ആദ്യം അന്ന് ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ അന്ന് കഴക്കൂട്ടത്താണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. പിന്നീട് അതിൻ്റെ 4ാമത്തെ ഫേസ് എന്നുള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദാണ് വന്ന് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. സഖാവ് പിണറായി വിജയനായിരുന്നു അധ്യക്ഷൻ. മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ് അതിൻ്റെ ഉദ്ഘാടനമടക്കം നിർവഹിച്ചത്. നമ്മൾ ഈ കോവിഡ് കാലത്തെക്കുറിച്ച് ഞാൻ ഒറ്റ സെക്കൻഡോട് പറയാം. ഇതിൽ നമ്മൾ ഈ ദേശീയ നിലവാരത്തിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ മുമ്പൊരിക്കലും ഉണ്ടായിരുന്നില്ലല്ലോ. അത്
വന്നതിന് ശേഷമല്ലേ നമുക്ക് പല കാര്യങ്ങളിലും ഈ കാര്യങ്ങളിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. നിരവധി കാര്യങ്ങളുണ്ട്. ഞാനത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെയും നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തിൻ്റേത് മുതൽ അങ്ങ് പാലിയേറ്റീവ് കെയർ വരെയുള്ള കാര്യങ്ങൾ മാത്രമായി ഒതുക്കാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും നാം നേടിയിട്ടുള്ള നേട്ടങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മളൊന്ന് നോക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ അവരിൽ നിന്ന് കണ്ടുപഠിക്കുക എന്നുള്ളത് നമ്മളിൽ നിന്നാണ് അവർ കണ്ടുപഠിക്കേണ്ടത്. ഇതിൽ ജനാധിപത്യത്തിൻ്റെ ഒരു ഉദാത്തമായ മാതൃക എന്നുള്ളത് പോലും കേരളത്തിൽ നിന്ന് തന്നെയാണ് കണ്ടുപഠിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ, കേരളത്തിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റികൾ എന്ന നിയമസഭയിലെ സബ്ജക്റ്റ് കമ്മിറ്റികളിൽ നിന്നാണ് ആ ഐഡിയ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പാർലമെൻറ്റിൽ പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളായി മാറുകയും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വളരെ കരുത്താർജിക്കുകയും ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ അതിനെ ഈ ബൈപ്പാസ് ചെയ്യുന്ന നിലയിലേക്കും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് ബില്ലുകൾ ചർച്ചയ്ക്കൊന്നും വിടാതെ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ സേനാപതി വേണുവിനോട് പറയാനുള്ളത്. തീർച്ചയായും UDF ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു മുന്നണിയാണ്. അതിലെ പാർട്ടികൾ അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ എടുക്കേണ്ടതായ നിലപാട് ഈ ഒരു കാലത്ത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും. ശ്രീ M. ജയചന്ദ്രൻ, കേരളത്തിൻ്റെ വികസനത്തിൽ അത് സാമൂഹിക സംബന്ധിയായും അല്ലാതെ മൂർത്തമായ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ വളരുന്ന വികസനം, അത്തരത്തിലൊരു സുസ്ഥിര വികസനത്തിനുള്ള പ്രവർത്തനം, അതിൻ്റെ ഒരു വലിയ ശ്രമവും വിജയവുമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനാകുന്നത്. നോക്കൂ, വൈദ്യുതി മുടങ്ങുന്നില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരാതിയും പരിഭവവും ഏതാണ്ട് ഇല്ലാതാകുന്നു. 3, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ, പിന്നീട് മെട്രോ റെയിലുകളുടെ കാര്യത്തിൽ, ദേശീയപാതയുടെ കാര്യത്തിൽ, തീരദേശ ഹൈവേയുടെ കാര്യത്തിൽ, ഹൈ റേഞ്ച് ഹൈവേയുടെ കാര്യത്തിൽ, ഇങ്ങനെ ഏത് വിഷയങ്ങളിലും കേരളം ആ അർത്ഥത്തിൽ കുതിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അത് വലിയ വാക്കാണെന്ന് പറയാം. അതായത് ബിസിനസ്സോ വ്യവസായമോ ഒക്കെ തുടങ്ങാൻ നിയമപരമായി മറ്റ് തടസ്സങ്ങളില്ല എങ്കിൽ, നിയമപരമാണ് എങ്കിൽ മിനിറ്റുകൾ കൊണ്ട് വ്യവസായത്തിന് സുഗമമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിന് അനുഗുണമായ ഏകജാല സംവിധാനത്തെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഇവിടെ വ്യവസായങ്ങൾ ഇങ്ങനെ വരാനും നിക്ഷേപങ്ങൾ കൂടാനും ഉണ്ടാകുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഡാറ്റകളായി വിവിധ ഏജൻസികളുടെ, അത് കേരളത്തിൻ്റേതല്ല, വിവിധ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഇങ്ങനെ ഇതിനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് പോലും ഒരു വലിയ വിഭാഗത്തിന് സ്വതന്ത്രമായി അത് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു പക്ഷത്ത്, മറുപക്ഷത്ത് ഇപ്പോൾ സമ്പത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ മോദി സർക്കാർ ഇവിടെ നിന്നും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന പണം അതിൻ്റെ അർഹമായ വിഹിതം പോലും ആ സംസ്ഥാനങ്ങൾക്ക് തരാതെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ തരാതിരിക്കുന്നു. ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് ഈ നേട്ടവുമായി സർക്കാർ, പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും പ്രതിപക്ഷം ക്രിയാത്മകമാകുന്നില്ല എന്നുള്ളതാണ്. വീഴ്ചകൾ സ്വാഭാവികമായി ഉണ്ടാകാം. ആ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അത് തിരുത്തി സംസ്ഥാനത്തിന് അനുഗുണമായൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതിന് പകരം കൃത്യമായി എന്തിനേയും എതിർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോദി സർക്കാരിൻ്റെ കാവ്യവൽക്കരണമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ കൃത്യമായി ചെറുക്കാൻ സർക്കാരിനൊപ്പം നിൽക്കുന്നുമില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദേശീയ കൺവെൻഷനിൽ കരട് ഭേദഗതിയെ സംബന്ധിച്ച്, UGCയുടെ കരട് ഭേദഗതിയെ സംബന്ധിച്ച് നിർവാഹമില്ലാതെയാണ് സതീശന് അത് അംഗീകരിക്കേണ്ട സാഹചര്യം വരുന്നത്, കേരളത്തിൻ്റെ നീക്കം ശരിയാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമാണ്. അപ്പോഴാണ് പുതിയ ചില ആരോപണങ്ങളുമായി സേനാപതി വേണു വരുന്നത്. നമുക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയത് ഈ പറയുന്ന ബിസിനസ്സുകളൊന്നും കറക്റ്റല്ല. ഇപ്പോൾ അതിലേക്കെത്തി. ശ്രീ M. ജയചന്ദ്രൻ, അജിംഷാദ്, ഇതിൽ നമ്മൾ കാണേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. കാരണം കേരളം ഇപ്പോൾ ഭരിക്കുന്നത് CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയുമാണ്. അവരുടെ രാഷ്ട്രീയം, രണ്ട് മുന്നണികളും പറഞ്ഞേ മതിയാവും. രണ്ട് രാഷ്ട്രീയ മുന്നണികളാണല്ലോ, അതായിക്കോട്ടെ. പക്ഷേ ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട് കിട്ടുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ എന്തിനാണ് ഇങ്ങനെ വികൃതമായി ചിത്രീകരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ചിത്രീകരിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് മാത്രമല്ല ശ്രീ സേനാപതി വേണു, ഞാൻ 4 റിപ്പോർട്ടുകളുടെ ഒരു ഏറ്റവും ചുരുക്കം പറയാം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ
ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് 1. അതിലാണ് നമ്മളുടെ റാങ്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയില്ല കേട്ടോ, സമയം കളയുന്നില്ല. അങ്ങനെ രണ്ടാമത്തേത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ. അത് യൂണിയൻ ഗവൺമെൻറ്റാണ് അത് തയ്യാറാക്കി സംസ്ഥാനങ്ങളെയൊക്കെ അടയാളപ്പെടുത്തുന്നത്. അടുത്തത് ഏതാണ്? ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട്. അത് ഈ ഇന്ത്യയുടെ സ്കിൽസ് സംബന്ധിച്ചുള്ളതാണ്. അവിടെ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം, കാരണം ഈ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അല്പം കൂടി പറയുന്നത്. അത് ഈ സ്ത്രീ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ സ്ത്രീ ജോലിക്കാർക്ക്, സ്ത്രീ ജീവനക്കാർക്ക് പുരുഷന്മാരോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. അത് ഈ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടുണ്ട്, ഇന്ത്യ റേറ്റ്സ് ആൻഡ് റേറ്റിംഗ്സ് റിപ്പോർട്ടുമുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഈ വേജസ് ഉണ്ടല്ലോ, വേതനങ്ങൾ, അതിൻ്റെ അനാലിസിസാണ് വേജസ് അനാലിസിസ്. അത് ശമ്പള തൊഴിലുകളുണ്ട്, കരാർ തൊഴിലുകളുണ്ട്, അസംഘടിത തൊഴിലാളികളുടെ സംഗതിയുണ്ട്, സ്ഥിരം ജീവനക്കാരുടെ വരുമാനമുണ്ട്. ഇതിലൊക്കെ ഏറ്റവും മുന്തിയ സ്ഥാനത്താണ് നിൽക്കുന്നത് കേരളം. ഈ കേരളം അങ്ങനെ നിൽക്കുന്നതിൽ അഭിമാനിക്കുകയല്ലേ പ്രതിപക്ഷത്തിരിക്കുന്നവരും ചെയ്യേണ്ടത്. കാരണം അവരും ഈ കേരളത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തങ്ങൾ പ്രവർത്തിക്കുന്ന കേരളം എന്ന സംസ്ഥാനം പല നിലകളിലും ഇന്ത്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നിലയിലേക്ക് വരുന്നതിനെ എന്തിനാണ് വൈകൃതത്തോടെ, വികൃതമായൊരു മനോഭാവത്തോടെ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്ത് സേനാപതി വേണുവൊക്കെ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കങ്ങനെ ആഗ്രഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അത് പറയാൻ കാരണം, ഈ ശശി തരൂരിൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യം ഇപ്പോഴും താങ്കൾ പറയുന്നുണ്ടല്ലോ, സേനാപതി വേണു. ശശി തരൂർ അങ്ങനൊരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതി പ്രസിദ്ധീകരിച്ചാലും ഇല്ലെങ്കിലും LDF സർക്കാരിന് ഒന്നും സംഭവിക്കാനില്ല. അത് ശശി തരൂരിൻ്റെ മാത്രം പ്രശ്നമാണ്, എന്തെങ്കിലും സംഭവിക്കുന്നോ സംഭവിക്കാതിരിക്കുന്നോ എന്നുള്ളത്. പക്ഷേ ആ സമീപനമല്ല സ്വീകരിച്ചത്, കേരള ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാണത്? അദ്ദേഹം വെറുതെ പുകഴ്ത്താനാണോ തയ്യാറായത്? അങ്ങനെ പുകഴ്ത്തി, ആൾക്കാരെ പുകഴ്ത്തി, ഗവൺമെൻറ്റുകളെ പുകഴ്ത്തി കാലം കഴിക്കുന്ന ഒരു നാലാംകട രാഷ്ട്രീയക്കാരനായിട്ട് ശശി തരൂരിനെ ഏതായാലും ശത്രുക്കൾ പോലും കാണും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ തരൂർ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന ചർച്ചകളാണ് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടതെങ്കിലും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇതേതാണ്ട് ശശി തരൂർ വലിയ കൊള്ളരുതായ്മ കാണിച്ചു. ആരോട്? കോൺഗ്രസ് പാർട്ടിയോട്. എങ്ങനെയാണ് കാണിച്ചത്? ഇത്ര ഒരു ലേഖനം എഴുതിയതിലൂടെ. ഇതാണ് കൺസെപ്ഷൻ. ആ ഒരു കൺസെപ്റ്റും വെച്ചുകൊണ്ടാണ് സമീപിക്കുന്നത്. അങ്ങനെ സമീപിക്കുമ്പോഴാണ് ശശി തരൂരിനെ പോലുള്ള ഒരാളുടെ മെൽറ്റ് എന്താണെന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ശക്തിയും ശേഷിയും എന്താണെന്നുള്ളത് തിരിച്ചറിയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വരുന്നത്, അദ്ദേഹത്തെ പോലെ വലിയ നിലയിൽ നിൽക്കുന്ന ഒരാളോടൊന്നും ഞാനൊന്നും പറയാൻ ആളല്ല, അദ്ദേഹത്തിന് പറയേണ്ടത് ഹൈക്കമാൻഡാണ് എന്നൊക്കെ പറഞ്ഞ സൂത്രത്തിൽ ഇന്ന് തഴുതപ്പുന്ന രീതി നമ്മൾ കണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. പക്ഷേ കേരളം ഇങ്ങനെയൊക്കെയായി മാറിത്തീരുമ്പോൾ ആ മാറിത്തീരുന്നതിൻ്റെ അവകാശികൾ ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷവും ആണ് എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായി നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നതും നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. പക്ഷേ ആ ഒരു സൗന്ദര്യാത്മകത ദൗർഭാഗ്യവശാൽ കാണാനായി തയ്യാറാവാത്ത ഒരു ദുർഗതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് രാവിലത്തെ തെളിവെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനമാണ്. പ്രശ്നം ഇത് എത്തനോൾ പ്ലാന്റ്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രൂവറി, കോൺഗ്രസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. അദ്ദേഹത്തിന് ഇന്നത്തെ ചോദ്യം എന്താണ്? എല്ലാത്തിൽ നിന്നും മാറി 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 ഇന്ന് എത്തി നിൽക്കുന്ന ചോദ്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോന്നായിരുന്നു. അത് ഉന്നയിക്കുക, അത് ഉണ്ടല്ലോ. കാറ്റഗറൈസേഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇന്ന് വരുന്നത്. ഇതുവരെ പറഞ്ഞതെല്ലാം അങ്ങ് മാറി. കാറ്റഗറി എന്ത് കാറ്റഗറിയാണ് ഇത്? റെഡ് കാറ്റഗറിക്ക് അനുമതി പഞ്ചായത്താണ് കൊടുക്കേണ്ടത്, എല്ലാവർക്കും അറിയാം. എത്തനോൾ പ്ലാന്റ് എന്തായാലും വൈറ്റ്, ഗ്രീൻ ആ ഒരു കൺസെപ്റ്റിൽ വരികയില്ലല്ലോ, ആ കാറ്റഗറിയിൽ വരികയില്ല. കാരണം ഇതിന് അനുമതി കൊടുക്കുന്നത് പഞ്ചായത്തോ സംസ്ഥാന ഗവൺമെൻറ്റോ അല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫിന്
സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്റ്റാഫിനെ അറിയില്ലെങ്കിൽ പറഞ്ഞു അവരെ ഓർമ്മിപ്പിക്കണ്ടേ, ശ്രീ സേനാപതി വേണു നിങ്ങൾ ആ പണിയൊന്ന് ചെയ്യേ എന്ന് പറയണ്ടേ? അതുപോലും നടക്കുന്നില്ല. അപ്പോൾ ഈ മുറി അറിവുകൾ അത് വെച്ചുകൊണ്ടാണ് ഒരു പത്രസമ്മേളനത്തിലൊക്കെ മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി രംഗത്തിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ എത്ര പരിതാപകരമായ സ്ഥിതിയാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത് ഇവരൊക്കെ. ഇതുകൊണ്ടല്ല ഇതുകൊണ്ട് വല്ലതും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നാളെ നമ്മൾ ലോകത്തിന് മുമ്പിൽ സ്വയം അവതരിപ്പിക്കുകയാണ്. അതിനാണല്ലോ ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്നത്. ആ ഉച്ചകോടിയാണല്ലോ നമ്മൾ നാളെ മറ്റന്നാളും നടത്തുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സ്വയം ഷോക്കേസ് ചെയ്യാൻ കഴിയുന്നത് എന്ന് മറ്റുള്ളവരും കാണുകയാണ്, അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. അത് സംബന്ധിച്ച് ഇൻട്രാക്റ്റീവ് സെഷനുകൾ നടക്കുകയാണ്. അതുവഴി അവരുടെ നിക്ഷേപങ്ങൾ വരികയുമാണ്. അതല്ലേ കാണേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മാസം ദാവോസിൽ വെച്ച് ചന്ദ്രബാബു നായിഡു മന്ത്രി ശ്രീ രാജീവിനോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കവച്ചു വെച്ചല്ലോ, അത് ഞങ്ങൾ തിരിച്ചു പിടിക്കാനാണ് ഇനി ഞങ്ങളുടെ ശ്രമം എന്ന് പറയുന്നിടത്തോളം നമ്മൾ എത്തുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിൻ്റെ ആ ട്രാജക്ടറി, ആ സഞ്ചാരപഥം ശരിയായ വഴിയിൽ തന്നെയാണ് എന്ന് തന്നെയാണ് ശ്രീ സേനാപതി വേണു മനസ്സിലാക്കേണ്ടത്. കാരണം പറഞ്ഞത് പിന്നെ ഗവൺമെൻറ്റിനോട് ഒട്ടി നിൽക്കുന്ന ഏതെങ്കിലും ദേശീയ നേതാവോ കക്ഷിയുടെ ആളോ ഒന്നുമല്ല. ശ്രീ സേനാപതി വേണു, അതാണ് നോക്കൂ, ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലായാലും മെട്രോകളുടെ കാര്യത്തിലായാലും മുടങ്ങാത്ത വൈദ്യുതികളുടെ കാര്യത്തിലായാലും ദേശീയ പാതകളുടെ കാര്യത്തിലായാലും സഞ്ചാരയോഗ്യമാക്കുന്ന കാര്യങ്ങളിലായാലും ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറുകളാണ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് ഇവിടെയൊക്കെ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഗുണം ജനങ്ങൾക്കുണ്ടാകുന്നു. അത് വലിയ മെച്ചപ്പെട്ട അർത്ഥത്തിൽ ലഭിക്കുകയാണ് ഈ നിക്ഷേപക സൗഹൃദ അന്തരീക്ഷത്തിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഡാറ്റകൾക്ക് വേണ്ടി അല്ല നോക്കേണ്ടത്, ആ സമഗ്രതയ്ക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന ഹോംവർക്ക്, കൃത്യമായ പ്രവർത്തികൾ, ഒരു ദിശാബോധം, ഇതൊക്കെയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. അല്ല യാദൃച്ഛികമായി പൊട്ടി വിരിയുന്ന ഒന്നല്ല ഇത്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ അടക്കം നാം കാണേണ്ടത്. ഇപ്പോൾ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ അടക്കം കാറ്റഗറി 1ഉം 2ഉം ആക്കുന്നത് അത് നേരത്തെ തന്നെ തുടങ്ങിവെച്ച ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ തുടർച്ച കൂടിയാണ്. ഒരു തരത്തിലും തടസ്സങ്ങൾ ഉണ്ടാകരുത് വ്യവസായത്തിനോ നിക്ഷേപത്തിനോ. ഇതാണ് സർക്കാർ മുന്നിട്ട് കാണുന്നത്. അപ്പോൾ ഓരോ കാര്യത്തെയും എതിർക്കുക അല്ലാതെ കേരളത്തിൻ്റെ ഗുണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുകയും തെറ്റുകൾ തിരുത്താനുള്ള ഒരു പ്രതിപക്ഷമായി മാറുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അപഹാസ്യരാകുമെന്ന് ആ ലീഗിന് ഹൈക്കമാൻഡിനെ കാണേണ്ടി വരുന്നു, നിങ്ങളുടെ തമ്മിൽ തല്ലും ഈ പ്രശ്നങ്ങളിലും ഒക്കെ. സേനാപതി വേണു. അജിംഷ, ഞങ്ങൾ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല, തിരുത്തേണ്ട കാര്യമില്ല. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവര്, +2-നെതിരെ സമരം ചെയ്തവര്, ഉന്നത വിദ്യാഭ്യാസം വിദേശ സർവകലാശാല വന്നപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് TP ശ്രീനിവാസന്റെ ചെവിക്കലിന് അടിച്ചു വീഴ്ത്തിയവര്, അവർക്കൊക്കെയാണ് പിന്നെ കാലാകാലങ്ങളിൽ 10 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം കഴിയുമ്പോൾ തെറ്റ് തിരുത്തേണ്ടത്. ഞങ്ങൾക്ക് തെറ്റ് തിരുത്തേണ്ട ആവശ്യമില്ലാത്ത ഈ വികസനങ്ങൾക്കെതിരെ ഒന്നുമല്ല അന്ന് ഇവർ സമരം ചെയ്തത്. അതാണ് നിങ്ങളുടെ വീണ്ടുമുള്ള ഒരു അപനിർമ്മിതി. ഏതായാലും അതാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ നയനാർ സർക്കാരിന്റെ കാലത്താണ് IT വ്യവസായത്തിലെ ഏറ്റവും വലിയ നേട്ടമുണ്ടായെന്ന് അടക്കം ശ്രീ A. സമ്പത്ത് വിവരിച്ചല്ലോ. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണോ അങ്ങനെ ചെയ്യുന്നത്? നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്തില്ല എന്ന് ഏതായാലും പറയത്തില്ല. ഇനി ബാക്കി ഏതായാലും മാറട്ടെ. ഇല്ല, അതും ചെയ്തിട്ടില്ല. അതായത് ഒരു വികസനം വരുമ്പോൾ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ നമുക്കെടുക്കാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ BOTയും BOOTയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പേരിലാണ് ഇടതുപക്ഷം അന്ന് സമരം ചെയ്തത്. അല്ലാതെ ആ വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്ന അർത്ഥത്തിലല്ല. കൂടുതൽ സംസ്ഥാനത്തിനും പൊതുജനങ്ങൾക്കും പൊതുപണത്തിനും 5000 കോടിയുടെ പദ്ധതിയിൽ 6000 കോടിയുടെ അഴിമതി ആരോപിച്ച് അഴിമതിയുടെ കടല് എന്ന് പറഞ്ഞ ആ പദ്ധതിയെ എതിർത്ത ആളുകൾ, ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്. അല്ല ശ്രീ സേനാപതി വേണു, വീണ്ടും അപനിർമ്മിതികളിലേക്ക് പോകാതെ ഈ BOTയും BOOTയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഓൺ എന്ന പേര് അവിടെ വരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് അന്ന് സമരം ചെയ്തത്. അല്ല, അങ്ങനെ തെറ്റായ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഇടപെട്ടെന്നേ ഉള്ളൂ. ശ്രീ സേനാപതിക്ക് ഞാൻ ഇവിടെ 2 പാനലിസ്റ്റുകൾ ഇരിപ്പുണ്ട്. അവർ രണ്ടുപേരും കാര്യങ്ങൾ വളരെ സമഗ്രമായിട്ട് പഠിക്കുന്നവരാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ട് എങ്കിൽ അജിംസിന് അത് ചൂണ്ടിക്കാണിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇടപെട്ട് കഴിയുമ്പോൾ നമ്മളൊരു ആരോഗ്യകരമായ ഞാനിപ്പോ ഇതിനകത്ത്
കേൾക്കും. ഞാൻ അങ്ങനെ ബഹളം വെച്ചോ അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ വാഗ്വാദങ്ങൾ നടത്തിയോ ഒന്നും ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമില്ല. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകൻ, രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൗതുകരമായിട്ട് പഠിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട്, പ്രത്യേകിച്ച് സമ്പത്ത് സാറൊക്കെ ഇരിക്കുന്ന വേദി സംസാരിക്കാൻ തന്നെ ഒരു സുഖമുണ്ട് ജയത്തിന്. കാരണം അവർ നല്ല അറിവും പാണ്ഡിത്യവും ഉള്ളവരാണ്. അപ്പോൾ അവരോട് നമ്മൾ സംവദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ബ്രൂവറിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവാദം എന്താണ്? പഞ്ചായത്തി രാജ് ആക്ട്, എന്നെ ബഹുമാന്യായ ജയചന്ദ്രൻ സാർ പറയുകയാണ് അല്പജ്ഞാനം രമേശ് ചെന്നിത്തല. സാർ, അങ്ങ് പഞ്ചായത്തി രാജ് ആക്ടിന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്. പഞ്ചായത്തി രാജ് ആക്ടിൽ വളരെ അധികാര വികേന്ദ്രീകരണമല്ലേ അതിൽ പറഞ്ഞിരിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾക്ക്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾക്ക് കൊടുത്തിരിക്കുന്ന അധികാരം. അപ്പൊ ഈ കാറ്റഗറി തിരിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ അധികാരം എടുത്തു കളയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം അത് വേറൊന്നുമല്ല, അത് എലപ്പള്ളിയിൽ തുടങ്ങാൻ പോകുന്ന ബ്രൂവറിക്ക്, അതല്ല എങ്കിൽ അവിടെ തുടങ്ങാൻ പോകുന്ന മദ്യ കമ്പനിക്ക് അനുമതി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചെയ്യുന്ന തെറ്റ് അത് ഭാവിയിൽ വലിയ തെറ്റായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ഇവിടെ സമ്പത്ത് സാർ ചൂണ്ടിക്കാണിച്ചത് കമ്മ്യൂണിസം കൊണ്ട് കേരളത്തിൽ ജന്മിത്വം ഇല്ലാതായി. സാറ്, കമ്മ്യൂണിസം കൊണ്ട് മാത്രമൊന്നുമല്ലല്ലോ കേരളത്തിൽ ജന്മിത്വമില്ല. ഇപ്പൊ ജന്മി എന്ന സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ പഴയ പറയുന്ന മങ്കൊമ്പ് സ്വാമിയോ അതല്ലെങ്കിൽ മുരിക്കനോ അതല്ലെങ്കിൽ മൂപ്പിലമ്മയോ ഒക്കെ ഇല്ലാതായി എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും വേറെ വന്നിരിക്കുന്നു. ആ ശതകോടീശ്വരന്മാരുമായിട്ടുള്ള എന്താ പറയുന്ന ചങ്ങാത്ത മുതലാളിത്തം, ആ ചങ്ങാത്ത മുതലാളിത്തം എന്ന് കമ്മ്യൂണിസത്തെ വല്ലാതെ ദുഷിപ്പിക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്കല്ല, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ കാണുന്ന ഭൗതിക കേരളം, ഇവിടെ എന്താ പറഞ്ഞ നിക്ഷേപ സൗഹൃദമെന്നും വ്യവസായ സൗഹൃദമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം, കോട്ടയം തിരുവാർപ്പില് 4-5 ബസ് ഉണ്ടായിരുന്ന ഒരു എക്സ് സർവീസ് മാന് അവന്റെ ബസ് ഓടിക്കാൻ പറ്റാതെ അവിടെ സത്യാഗ്രഹം ഇരുന്ന് നമ്മൾ കണ്ടു. അവസാനം CITU-കാരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അവന്റെ ചെവിക്കുറ്റിക്ക് അടിച്ചപ്പോ ഹൈക്കോടതി പറഞ്ഞൊരു ചോദ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ അടി കിട്ടിയത് ഹൈക്കോടതിയുടെ ചെവിക്കുറ്റിക്കാണ്. സാർ, ഭൗതിക സാഹചര്യം നിങ്ങൾ വിവരിക്കുന്ന പോലെയൊന്നും അല്ല കേരളത്തിൽ ഇന്ന് നടക്കുന്നത്. കോട്ടയത്ത് മാഞ്ഞൂർ പഞ്ചായത്തിൽ ഷാജിമോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ എന്താ കൊണ്ടുവന്ന ഈ ജിംനേഷ്യത്തിന്റെ ഒക്കെ സാധനങ്ങൾ, ആരോഗ്യ 25 കോടിയാ മുതൽ മുടക്ക്. അതിന്റെ അനുമതി കിട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ മുമ്പിൽ പൊരിവെയിലത്ത് ആ മനുഷ്യന് റോഡിൽ കിടക്കേണ്ടി വന്നു. ഇതാണ് കേരളത്തിലെ ഭൗതിക. രണ്ടും കൂടി പറയരുത്. താങ്കൾ നേരത്തെ പറഞ്ഞു അധികാര വികേന്ദ്രീകരണം, അതായത് രജിസ്ട്രേഷൻ പഞ്ചായത്തിലാകാം, ലൈസൻസ് കാറ്റഗറി 1-ൽ വരുന്നതിൽ ലൈസൻസ് നൽകേണ്ടത് പഞ്ചായത്തല്ല. ഈ രീതിയിലുള്ള ഒരു ഭേദഗതി വരുത്തുന്നത് ഇത്തരത്തിൽ നിക്ഷേപവും വികസനവും സൗഹൃദമാക്കാനാണ്. അത് അധികാര വികേന്ദ്രീകരണത്തിന്റെ വലിയ സാധ്യതയെ അട്ടിമറിക്കുമെന്ന് പറഞ്ഞ താങ്കൾ തന്നെ പറയുന്നു പഞ്ചായത്തിന് മുമ്പിൽ ഒരു ചെറുപ്പക്കാരന് നിൽക്കേണ്ടി വരുന്നു എന്ന്. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യം ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. താങ്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ചർച്ചയിൽ അത് പറയാം. പഞ്ചായത്തുകൾക്കുള്ള അധികാരം കവർന്നെടുത്തിരിക്കുന്നത് ഇത് ഇപ്പോൾ എലപ്പുള്ളിയിൽ തുടങ്ങുന്ന ബ്രൂവറിക്ക് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഇപ്പോൾ തുടങ്ങിയതല്ല, നേരത്തെ തന്നെ തുടങ്ങിയ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അത് ബ്രൂവറിക്ക് വേണ്ടി മാത്രമല്ല. കേരളത്തിന്റെ മദ്യനയം മാറുന്നു എന്ന് മനസ്സിൽ കണ്ടപ്പോഴേക്കും ഉത്തർപ്രദേശുകാരൻ ഗൗതം മൽഹോത്രയ്ക്ക് എന്താ അദ്ദേഹത്തിന് വെളിപാട് വല്ലതും ഉണ്ടായോ? ഇവിടെ കേരളത്തിൽ വ്യവസായ നയം മാറാൻ പോകുന്നു. എന്നിട്ട് എന്തിനു വേണ്ടിയാ അവിടെ കോളേജ്? കർണാടകയ്ക്ക് ഈ ബോധമൊന്നുമില്ലേ ശ്രീ സേനാപതി വേണു? കർണാടകയ്ക്കാകാം 3000 കോടി രൂപയ്ക്ക് എന്റെ സേനാപതി വേണു കേരളത്തെ മദ്യവിമുക്തമാക്കുമെന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയും 2 സിനിമാ താരങ്ങളെ കൊണ്ട് ഇല്ല. മദ്യമുക്തമാക്കുമെന്നല്ല, മദ്യവർജനമാണ്. അല്ലാതെ നിങ്ങൾ 418 ബാറുകളുടെ കാര്യത്തിൽ ചെയ്ത ഈ കുടിപ്പകയുടെയും കടിംവെട്ടിന്റെയും രീതിയിൽ 418 ബാറുകളുടെ കാര്യത്തിൽ തിരിഞ്ഞു കറങ്ങിയത് ഓർമ്മയില്ലേ? ഇവർക്ക് ഇടതുപക്ഷക്കാർക്ക് അന്നേ ഉണ്ട് കൃത്യമായൊരു നയം. മദ്യവർജനമാണ് ഏറ്റവും ശാസ്ത്രീയം. കുടിക്കുന്നവർക്ക് നല്ല മദ്യം നൽകുക, മദ്യവർജനത്തിന് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ സൃഷ്ടിക്കുക, അതേ നടക്കൂ. മദ്യനിരോധനം അവരുടെ അജണ്ടയിലില്ല. ബിനോയ് വിശ്വത്തെ എന്നും പറഞ്ഞല്ലോ. മാധ്യമ താല്പര്യങ്ങൾക്കനുസരിച്ച് CPIക്ക് സംസാരിക്കാനാകരുത്. CPI പിടിക്കണ്ട. അവർ
CPIയെ പിടിക്കേണ്ട. ബിനോയ് വിശ്വമൊക്കെ കൃത്യമായി അവരുടെ നിലപാടുകൾ പറയുന്നുണ്ട്. അതും ഇതും പറഞ്ഞിട്ട് ഇതിന്റെ മെറിറ്റിനെ തെറ്റിച്ച് കളയല്ലേ ശ്രീ സേനാപതി വേണു. ശ്രീ സേനാപതി വേണു എന്റെ ചോദ്യം ഇതാണ്, കർണാടകയ്ക്കാകാമോ ഇത്തരത്തിൽ മദ്യനിർമ്മാണത്തിനും മറ്റും വ്യവസായികളെയും നിക്ഷേപകരെയും ക്ഷണിക്കുന്ന ഒരു രീതി കർണാടകയ്ക്ക് കേരളത്തിനായിക്കൂടാ അല്ലേ? ഏറ്റവും ഒടുവിലത്തെ സംഭവം താങ്കൾക്ക് അറിയാമല്ലോ. നയനാർ ഗവൺമെന്റ് എടുത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേരളത്തിൽ ഇനി പുതിയ ബ്രൂവറികളും ബിവറേജുകളും വേണ്ട. ഒന്ന്, ഇപ്പോൾ തന്നെ കേരളം നിലവിലുള്ള ബ്രൂവറികളുടെയും ബിവറേജസിന്റെയും കപ്പാസിറ്റി എത്ര, അവർക്ക് ഇനി എത്ര ഉത്പാദിപ്പിക്കാൻ കഴിയും, അവർക്ക് മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണമാണ് നയനാരെ പിടിച്ചുകൊണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു ഞാൻ സേനാപതി വേണുവിനോട് പറയുന്നു. 3000 കോടി രൂപയാണ് ഈ വിദേശ മദ്യത്തിൻ്റെ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ പേരിൽ കേരളം വാങ്ങുന്നത്. നോക്കൂ, അത് ഗോവ, കർണാടക അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇവിടെ അത് ഉൽപ്പാദിപ്പിക്കുകയും അത്രയും ജോലി സാധ്യത ഇവിടെയും ലഭിച്ചാൽ എന്താ കേരളത്തിന് കഴിക്കുമോ? ഒന്ന്. രണ്ട്, ട്രാൻസ്പോർട്ടിംഗ് അല്ല ഞാൻ പറയട്ടെ സേനാപതി വേണു. ട്രാൻസ്പോർട്ടിംഗ് ചാർജിന്റെ പേരിൽ 460 കോടി രൂപയിലധികമാണ് സംസ്ഥാനത്തിന് ചിലവാകുന്നത്. ഇവിടെ ആയാൽ അത് 100 കോടിയോ 110 കോടിയോ 150 കോടിയോ താഴെയായി നിൽക്കും ആ ട്രാൻസ്പോർട്ടിംഗ് ചാർജ്. അത് കേരളത്തിന് കിട്ടിയാൽ കഴിക്കുമോ? അപ്പോ കർണാടകയ്ക്ക് കോൺഗ്രസ് സ്വാധീനമുള്ള കർണാടകയ്ക്ക് ഈ ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇതൊക്കെ ആകാം, പക്ഷെ കേരളത്തിനാകരുത്. ഇത് തന്നെയാണ് കേരളിന്റെ കാര്യത്തിൽ കേന്ദ്രവും എടുത്ത് സ്വീകരിച്ചത്. നോക്കൂ, അഹമ്മദാബാദിൽ നിന്ന് പൂനെയിലേക്ക് 2 ഹൈസ്പീഡ് ഹൈവേ ആവാം, പക്ഷെ കേരളത്തിൽ അത് പാടില്ല. ഇതെന്തൊരു ഇരട്ടത്താപ്പാണ്! ഇതിനെയല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട സേനാപതി വേണു? അല്ല, അതൊക്കെ നമ്മൾ കേന്ദ്രത്തിനെതിരെ ചോദ്യം ചെയ്യുന്നു. ഇവിടെ സ്പിരിറ്റ് കൊണ്ടുവരാൻ 3800 കോടി രൂപ വണ്ടിക്കൂലി കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ മുതൽപ്പെടുത്തൽ. അത് മാത്രമല്ലല്ലോ, 3000 കോടി രൂപ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. അല്ല, കേരളത്തിന് ആവശ്യമായ അരിയും പച്ചക്കറിയും നമ്മൾ ഇവിടെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആന്ധ്രാക്കാരന്റെ ലോറിയും കർണാടകക്കാരന്റെ ലോറിയും ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? ഈ കേരളത്തിന് ആവശ്യമായ പച്ചക്കറിയും ഈ കേരളത്തിന് ആവശ്യമായ അരിയും ഈ വെറുതെ കിടക്കുന്ന നിലങ്ങൾ ഉപയോഗിക്കണമെന്നും ടെറസുകൾ ഉപയോഗിക്കണമെന്നും കാർഷിക വൃത്തിയിൽ അത്തരത്തിൽ പ്രോത്സാഹനം ഉണ്ടാകണമെന്നും ഇറക്കുമതി കുറയുന്ന തരത്തിലേക്ക് ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഈ 1ാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തോടെയും 2ാം പിണറായി സർക്കാരിലും കൂടി. അത് കണക്കുകളാണ്. അത് സേനാപതി പറഞ്ഞത് ശരിയാണ്. അത് നടക്കുന്നുണ്ട്, ആ പ്രക്രിയ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുപോലെ സമഗ്രമാകണമെന്നില്ല. കാരണം അതിന് വൈറ്റ് കോളർ മാൻ പവറായ ഒരു കേരളത്തെ സംബന്ധിച്ച് അത് സാധ്യമാകണമെന്നില്ല. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് അതിലേക്ക് പോകരുത്. 17 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ നെൽകൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം ഹെക്ടറായി. ബാക്കി കൃഷിഭൂമി വീണ്ടെടുത്ത് നമുക്ക് കൃഷി ചെയ്താൽ പോരെ? ഈ പൈസ മുഴുവൻ ഉണ്ടല്ലോ, ആ ശ്രമം നടക്കുന്നുണ്ടല്ലോ. ഒന്ന്. രണ്ട്, പക്ഷെ അത് നിങ്ങൾ പറയുന്ന പൂർവ്വകാലത്തെ പോലെ നടക്കില്ല. കാരണം എഫിഷ്യൻ്റായ വിദ്യാസമ്പന്നരായ ഒരു മാൻ പവർ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നത് ഇവിടുത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി. അതുകൊണ്ട് അതിന് പല വിധത്തിലുള്ള പരിമിതിയുണ്ട്. ഒരു വ്യവസായത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കുന്ന സൗഹൃദം പോലെ അല്ല കാർഷിക വൃത്തിയുടെ കാര്യത്തിൽ. താങ്കൾ എന്തെങ്കിലും പറയരുത്. എഫിഷ്യന്റ് ആയിട്ടുള്ളവർ ആരും ഇവിടെ നിൽക്കുന്നില്ല. എഫിഷ്യന്റ് ആയിട്ടുള്ളവരെല്ലാം വിദേശത്തേക്ക്. അത് വിദേശ നാണ്യമാണല്ലോ, അത് കേരളത്തിന്റെ നേട്ടം തന്നെയാണ്. അങ്ങനെ ഗൾഫ് മണിയും അമേരിക്കൻ മണിയും ഒക്കെ കേരളത്തിലേക്ക് എത്തിയതുകൊണ്ടല്ലേ കേരളം സമ്പന്നമായി മാറുന്നതിന് ഒരു ചാലക ശക്തിയായി. എന്തെങ്കിലും പറയല്ലേ? കേരളത്തെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സമൂഹമായിട്ട് കേരളത്തെ ഇപ്പൊ മാറ്റി. ശ്രീ സമ്പത്ത് ഇതിന് നിങ്ങളുടെ രാഷ്ട്രീയമായ മറുപടി. ഞാൻ എം ജയചന്ദ്രനിലേക്ക് എത്താം. ശ്രീ സമ്പത്ത്, നിങ്ങളുടെ രാഷ്ട്രീയമായ മറുപടി. ഞാനിപ്പോൾ നമ്മളൊരു രാഷ്ട്രീയമായ ചർച്ചയാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായ ചർച്ച എന്നുള്ള നിലയിൽ ഇപ്പം ഞാൻ ഒരു അന്ധമായ രാഷ്ട്രീയ തിമിരം ബാധിച്ചതായിട്ടുള്ളൊരു ചർച്ചയൊന്നും ഇപ്പോൾ എന്തായാലും അങ്ങനെ സേനാപതി വേണു നടത്താറില്ല. പക്ഷെ കോൺഗ്രസിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിന് പറഞ്ഞേ മതി. അത് അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹത്തോടും കൂടി തന്നെ അത് അംഗീകരിക്കുകയാണ്. പക്ഷേ വാദമുഖങ്ങൾ അത് ശരിയല്ല. എന്താണെന്നറിയോ, ഞാൻ റിസർവ് ബാങ്കിൻ്റെ കണക്ക് പറയാം. റിസർവ് ബാങ്കിൻ്റെ കണക്കും പാർലമെൻറ്റിൽ നമ്മുടെ യൂണിയൻ മന്ത്രിമാർ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർ നൽകിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അതായത്
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരിയായി ഇന്ത്യയിലെ പൗരന്മാർ ഉപയോഗിക്കുന്നത് മദ്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണോ? അല്ല. അപ്പോൾ ഈ വസ്തുതയിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ലഹരി പദാർത്ഥത്തിൽ ഒന്ന് മദ്യം 10 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ഇന്ത്യക്കാരിൽ. അതും കൂടി ആലോചിക്കണം. നമ്മുടെ നാട്ടിലല്ല ഇത്. 14.6% ഇന്ത്യക്കാർ, അതായത് 16 കോടി ഇന്ത്യക്കാർ ഇത് ഉപയോഗിക്കുകയാണ്. പുരുഷന്മാരിൽ 27.3% പേരും സ്ത്രീകളിൽ 1.6% പേരും മദ്യം ഉപയോഗിക്കുന്നു. ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന ജനങ്ങളുള്ളത് അരുണാചൽ പ്രദേശാണ്. 52.5%. ശതമാനം കണക്കിൽ പറയുകയാണ്. ശരിയാണ്. 2. തൊട്ടുപുറകിൽ തെലുങ്കാനയാണ്. തെലുങ്കാനയിൽ ആരാണ് അധികാരത്തിലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. 43.4%. സിക്കിമിൽ 39.9%. മദ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് കന്നാബിസ്. ഞാനിത് എൻ്റെ PhD വിഷയവുമായി ബന്ധപ്പെട്ട് കൂടി എടുത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് ഇടപെട്ടത്. ഒരു കാര്യത്തിൽ കന്നാബിസ്, അതിൽ ഈ നിയമവിധേയമായ ഭാങ്ക് ഉപയോഗിക്കുന്നവർ അതിൽ 2% ഇന്ത്യക്കാരുണ്ട്. 2.2 കോടിയാണതിൽ. നിയമവിരുദ്ധമായ കഞ്ചാവും ചരസും ഉപയോഗിക്കുന്നവർ 1.2%, അതായത് 1.3 കോടിയാണ്. ഈ കന്നാബിസിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, പഞ്ചാബ്, സിക്കിം, ഛത്തീസ്ഗഡ്, ഡൽഹി എന്നിവയാണ്. രാജ്യത്ത് ഈ ഇന്ത്യയിൽ 2.1% ആളുകൾ, 2.26 കോടി ആളുകൾ ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്ന ഓപ്പിയം, പോപ്പി, ബ്രൗൺ ഷുഗർ, ഫാർമസ്യൂട്ടിക്കൽ ഒപ്പിയോയിഡ്സ് ഇതെല്ലാം. സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള. മുമ്പിലെന്ന് പറയുന്നത് ആ ഒരു പദത്തിന് എന്നോട് ക്ഷമിക്കണം. കഞ്ചാവ് ഉപഭോഗത്തിൽ ഏറ്റവും പുറകിലുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യ ഗവൺമെൻറ് കണക്കാണ് ഞാൻ ഈ പറയുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി മാത്രമാണ് പിന്നെ കേരളത്തെക്കാൾ പുറകിലുള്ളത്. ഇവിടെ കേരളം ദേശീയ ശരാശരിയേക്കാൾ വളരെ കുറവാണ്. ജനസംഖ്യയുടെ 0.4% ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നതായിട്ട് വന്നിട്ടുള്ളത്. ഇനി മയക്കുമരുന്നിൻ്റെ കടത്തിനെ പറ്റിയൊന്നും ഞാൻ വേറെ പറയുന്നില്ല. വേറൊരു കാര്യം, ഇവിടെ നമ്മൾ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇടപെട്ടത് നെല്ലിനെ സംബന്ധിച്ച് പറഞ്ഞൊരു കാര്യം. തിരുവിതാംകൂർ ആയിരിക്കുന്ന കാലത്ത്, ഞാൻ പഴയ തിരുവിതാംകൂറുകാരനാണ്, അദ്ദേഹവും തിരുവിതാംകൂറുകാരനായിരിക്കും, ശ്രീ ജയചന്ദ്രൻ തിരുവിതാംകൂറുകാരനായിരിക്കും, താങ്കൾ ഉൾപ്പെടെ. തിരുവിതാംകൂർ ആയിരിക്കുന്ന കാലത്തെ നെല്ലരി വാസ്തവത്തിൽ അന്ന് ആവശ്യത്തിനില്ല. അന്ന് ജന്മി ഉള്ള കാലമാണ്. അധ്വാനിക്കുന്ന ജനങ്ങൾ, ആ മനുഷ്യരെയെല്ലാം അവർ ഈ അടിയാന്മാരായി, കുടിയാന്മാരായി അങ്ങനെ കഴിഞ്ഞിരുന്ന, ഭൂമിയിൽ അവകാശം പോലുമില്ല, ജന്മിമാർക്കാണ് അവകാശം. അപ്പോൾ ഈ നെല്ലരി ഇവിടെ കിട്ടാതെ ഇങ്ങനെ ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി പട്ടിണി മരണം പോലും ഉണ്ടാകുന്ന കാലത്താണ് മഹാരാജാവ് ഈ വിദേശികളിൽ നിന്ന്, അവർ പോർച്ചുഗീസിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഈ ഇതുണ്ടല്ലോ മരിച്ചീനി കപ്പ, അത് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഇന്ന് രാജ്ഭവനായിട്ടുള്ള സ്ഥലം പഴയ മരിച്ചീനി വിളയാണ്, ഇന്നത്തെ ജവഹർ നഗർ. അപ്പോൾ ഇത് മഹാരാജാവ് ഇങ്ങനെ ഇത് നട്ട് നനച്ച് വളർത്തിയിട്ടുള്ളതാണ്. ഇത് കട്ടുകൊണ്ട് പോകുന്നവർക്ക് കൊടിയ ദണ്ഡന നൽകുമെന്ന്. എന്തിനെന്ന് പറഞ്ഞാൽ ആളുകൾ എടുത്തുകൊണ്ട് പോയിട്ട് നടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് തിരുവിതാംകൂറിൽ ഈ കൃഷി വ്യാപിച്ചത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഐക്യ കേരള സംസ്ഥാനം വന്നു. അപ്പോൾ വേണമെങ്കിൽ പലർക്കും പറയാം ഈ നാഞ്ചിനാട് പോയി നമ്മളിൽ നിന്ന്, ഏത് ഈ കന്യാകുമാരി ജില്ല പോയി, അതുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ല, കന്യാകുമാരി ജില്ല ഉള്ളപ്പോഴും ഇത് തന്നെയാണ് വിഷയം. ഇനി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പഴയതുപോലെ കുടിലുകളിൽ അത്തരത്തിൽ ഏതെങ്കിലും ചായ്പിൽ ഈ പറയുന്നത് പോലെ സൂര്യന് കീഴിൽ മഴയും കൊണ്ട് അങ്ങനെ കഴിയുക എന്നുള്ളതല്ലാതെ അധ്വാനിക്കുന്ന മനുഷ്യന് മണ്ണിൽ അവകാശം വരികയും അവർ ഇന്ത്യയിലും പുറത്തുമൊക്കെ പോയി പണിയെടുത്തപ്പോഴത്തേക്ക് അവർ അത്തരത്തിലുള്ള സ്വന്തം ഭവനങ്ങൾ തീർക്കുകയും ചെയ്തു. കെട്ടിടം വയ്ക്കണം, സ്വാഭാവികമായി ഭൂമി അനിവാര്യമാണ്. 27% ഇപ്പോഴും വനമാണ്, ബാക്കിയാണുള്ളത്. അതിൽ തന്നെ തീരദേശ സംരക്ഷണ നിയമമുള്ളത് കൊണ്ട് 44 നദികളും ജലസംരക്ഷണവും മറ്റു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് വാസയോഗ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന ഭൂമി വളരെ കുറവാണ്. 3.5 കോടി ജനസംഖ്യ ഇപ്പം തന്നെ ഉണ്ട്. നമ്മൾ ഈ കുടുംബാസൂത്രണ നടപടികൾ കൈക്കൊണ്ടതിന് ശേഷവും ഇത്തരം കാര്യങ്ങൾ നമ്മൾ 3.5 കോടി ജനങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്. നമുക്ക് സുരക്ഷിതമായി ഒരു അടച്ചുറപ്പുള്ള ഭവനവും അത്തരം കാര്യങ്ങളും വേണം. സ്വാഭാവികമായി ഭൂമിക്ക് എവിടെ പോകും? അപ്പോൾ ഈ ഭൂമിയിൽ പലപ്പോഴും അതിൻ്റേതായ പ്രഷർ അവിടെ കൂടിക്കൊണ്ടിരിക്കും. ഇനി കേരളം മൊത്തത്തിലൊരു നഗരം പോലെ. അതെ, അത് മൊത്തത്തിലൊരു നഗരം പോലെയാണ്. ഇത് നമ്മളെ നാട്ടിൽ വേറെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ആവശ്യമായ ഏതാണ്ട് നമ്മൾ ഈ പാല് ഉൽപ്പാദനത്തിൽ ഏതാണ്ട് സ്വയം പര്യാപ്തത നമ്മൾ നേടിയിട്ടുണ്ട്. പച്ചക്കറിയും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ നല്ല മുന്നേറ്റം അക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. പുറത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ വരും. പക്ഷെ അതുകൊണ്ട് മറ്റൊരു വ്യവസായവും പാടില്ല എന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നത്. നമ്മൾ അത്തരം കാര്യങ്ങൾ കേരളത്തിന് ഇന്ത്യ ഗവൺമെൻറ് തരേണ്ടുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ തരുന്നില്ല.
സഖാവ് ബാലഗോപാൽ ധനകാര്യമന്ത്രി പറഞ്ഞത് ഈ 50 ലക്ഷം കോടി രൂപ കൊടുത്തപ്പോൾ അത് അജിം ഷാദെ 25 ലക്ഷം കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഒരു 70,000 കോടി രൂപയെങ്കിലും തരണ്ടേ മാഡം എന്ന് അദ്ദേഹം ഭവ്യതയോടുകൂടി ചോദിക്കുന്നു. 40,000 കോടി രൂപ പോലും തികച്ചില്ല എന്ന് ആലോചിച്ച് നോക്കിയേ. പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികൾ പദ്ധതികൾ പലതും ഇല്ല. ഈ പുതിയ പ്ലാൻ മാറി അത് പുതിയ ഈ അവർ പ്രോഗ്രാമുകൾ പലതും സെൻട്രലി സ്പോൺസേഡ് പ്രോഗ്രാം എന്നുള്ളത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നത് 60-40 എന്നുള്ളത് മാറി 80-20 ഇത് നമ്മളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അവർ 40 പിന്നെ 60 ഇങ്ങോട്ടേക്ക് വരുന്നു, പിന്നെ 20 ആകുന്നു, 80 ആകുന്നു. എല്ലാ ഭാരവും അത് സംസ്ഥാനങ്ങളുടെ തലക്കിലേക്ക് ഇത് കെട്ടിവെക്കുന്നു. കേരളത്തിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് വികസന കാര്യങ്ങളുടെ പരിപ്രേക്ഷ്യം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഉത്തർപ്രദേശ് പോലെ, അതല്ലെങ്കിൽ രാജസ്ഥാൻ പോലെ, അതല്ലെങ്കിൽ മധ്യപ്രദേശ് പോലെ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലെ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തമിഴ്നാട് പോലെ അങ്ങനെ ഒരുപാട് വിസ്തൃതിയിൽ ഭൂമിയുള്ളതായ ഒരു നാടല്ല. നമുക്ക് ഭൂമിയുടെ ലഭ്യത വളരെ കുറവാണ്. ആ ഭൂമിയുടെ ലഭ്യതയിൽ പരമാവധി നമുക്ക് തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായി കഴിയണം. മനുഷ്യൻ്റെ കയ്യിലേക്ക് പണം വരണം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്കും പണം വരണം. ഇന്ത്യ ഗവൺമെൻറ് നൽകില്ല. എങ്ങനെ നൽകില്ല? ബഡ്ജറ്ററി വിഹിതമായി നൽകില്ല, ഗ്രാൻഡിന് എയ്ഡായി നൽകില്ല. 3, സംസ്ഥാനത്തിന് ഭരണഘടനാപരമായിട്ടുള്ള അധികാരമുള്ള കടമെടുപ്പ്, ആ കടമെടുപ്പ് പരിധിയിൽ പോലും മുൻകാല പ്രാബല്യത്തോടുകൂടി പറ്റിക്കുറവ് വരുത്തുകയാണ്. നമ്മൾ ശ്വാസം മുട്ടിക്കുകയല്ലേ? ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടാതെ ആ റവന്യൂ വരുമാനം അതാണ് ശ്രീ എം ജയചന്ദ്രൻ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീ സമ്പത്ത് കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചത്. അതായത് മദ്യ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല കേരളത്തിൻ്റെ വസ്തുത. 1. 2, മറ്റ് പല കാര്യങ്ങളിലും വികസനത്തിൻ്റെ കാര്യത്തിലടക്കം മറ്റ് പലയിടങ്ങളിൽ ഉള്ളതിൻ്റെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട്, മറ്റ് പലയിടങ്ങളിലും ഇല്ലാത്ത പരിമിതികളെ അതിജീവിച്ചുകൊണ്ടാണ് നാം ഈ നേട്ടം കൈവരിക്കുന്നത്. അതിലേറ്റവും ഒന്നാമത്തെ പരിമിതി കേന്ദ്ര സർക്കാർ തീർക്കുന്ന സാമ്പത്തികമായ അപ്രഖ്യാപിത ഉപരോധമാണ്. അത് സംസ്ഥാനത്തെ ഞെരുക്കുന്നു. ഇതിനിടയിലാണ് ഈ നേട്ടം എന്നത് അംഗീകരിക്കാനോ വീഴ്ചകൾ കാട്ടിക്കോട്ടെ ഇതിന് പ്രതിപക്ഷം തയ്യാറാകാത്തത് എന്ത് എന്ന പരിഭവമാണ്. സേനാപതി വേണു വളരെ പരിണിതപ്രജ്ഞനായ വ്യക്തിത്വമാണ്. അദ്ദേഹം പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പരിമിതിയാണ് അദ്ദേഹത്തിൻ്റെ നേതാക്കൾ ഇങ്ങനെ പറയുമ്പോൾ. ഇതൊക്കെയാണ് ശ്രീ എ സമ്പത്ത് നിരീക്ഷിച്ചത്. അതെ, അജിം ഷാദെ അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുമ്പോൾ പറഞ്ഞത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും വിദേശത്തേക്ക് കുടിയേറുന്നു. ഇത് ശ്രീ സേനാപതി വേണു മാത്രമല്ല, വലതുപക്ഷ ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളെമ്പാടും പറയുന്ന ഒരു നുണയാണിത്. ഒരു കേന്ദ്രീകൃതമായി പ്രചരിപ്പിക്കുന്ന ഒരു നുണയാണിത്. എന്താണ് വസ്തുത? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്തേക്ക്, ഈ വിദ്യാർത്ഥി സമൂഹം അടക്കം കുടിയേറുന്നത് എവിടുന്നാണ്? കേരളത്തിൽ നിന്നാണോ? എത്ര നട്ടാൽ കിളിർക്കാത്ത നുണയാണ് ഇത് എന്ന് ശ്രീ സേനാപതി വേണു അറിഞ്ഞിട്ടാണോ അതോ പാർട്ടി ക്യാപ്സ്യൂള് ഇവിടെ അവതരിപ്പിക്കുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതും പിന്നെ അവിടെ സ്ഥിരതാമസമാക്കുന്നതും ആ ബഹുമതിയുള്ള സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീ സേനാപതി വേണു ഗുജറാത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്ത്, അവിടെയാണ് 1-ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനത്തിനായി പോവുക, പിന്നെ ജോലിക്ക് കയറുക, പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കുക. 1-ാം സ്ഥാനം ഗുജറാത്തിന്. 2-ാം സ്ഥാനമോ? 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. മൂന്നാമത് പഞ്ചാബാണ്. നാലാമത് നിങ്ങൾ ഭരിക്കുന്ന തെലങ്കാനയാണ്. ഇങ്ങനെയാണ് ഗ്രേഡിംഗ്. അതിലൊക്കെ വളരെ വളരെ പുറകിൽ 11-ാം സ്ഥാനത്താണ് ഈ കൊച്ചു കേരളം കിടക്കുന്നത് ഇപ്പോൾ. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോ CPM-ഓ LDF എടുത്ത കണക്കൊന്നുമല്ല, കേരള സർക്കാർ എടുത്ത കണക്കല്ല, ദേശീയ സർക്കാരിൻ്റെ കണക്കാണ്. ദേശീയ സർക്കാർ പുറത്തുവിട്ട കണക്കാണിത്. എന്നിട്ട് ഇത് ഇങ്ങനെ നുണ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടോ? എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്? ഒരു കാര്യം. രണ്ടാമത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ ബ്രൂവറി പ്രശ്നത്തിൽ ആവർത്തിച്ച് പറയാം, രമേശ് ചെന്നിത്തല പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് നുണ പറഞ്ഞു പറയുന്നത് മോശമായതുകൊണ്ട് ഞാൻ ആ ഭാഷ പ്രയോഗിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞാനത് പ്രയോഗിക്കുന്നില്ല. വസ്തുതാവിരുദ്ധമാണ്. കാരണം ഈ ഉൽപ്പാദന മേഖലയും സേവന മേഖലയും ആസ്പദിച്ചാണ് കാറ്റഗറൈസേഷൻ വരുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാറ്റഗറൈസേഷൻ ദേശീയ സർക്കാർ തന്നെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ വർഷം
തദ്ദേശ ഭരണ വകുപ്പ് 47 കാര്യങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് ചട്ടങ്ങളിൽ. ഈ വർഷം 49 കാര്യങ്ങൾ പരിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എം പി രാജേഷ് മന്ത്രി. അപ്പോൾ ഇതിൽ ഈ ഉൽപ്പാദന മേഖലയിൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കാറ്റഗറി വരുന്നതാണ്. പഞ്ചായത്തുകളുടെ അനുമതി വാങ്ങിക്കേണ്ടതില്ല, നേരിട്ടങ്ങ് തുടങ്ങിയാൽ മതി, പക്ഷേ അറിയിക്കണം എന്ന് മാത്രം. പക്ഷേ കാറ്റഗറൈസേഷൻ നടത്തുന്ന ആരാണ്? ഞാൻ ആദ്യം തുടക്കത്തിൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അത് തീരുമാനിക്കുന്നത്. അതേസമയം പിന്നെ ഈ യെല്ലോ ആൻഡ് റെഡ് അത് പഞ്ചായത്ത് അനുവദിക്കണം. ഉൽപ്പാദന മേഖലയാണ്. ഈ സാധാരണക്കാർ നടത്തുന്ന ബിസിനസ്സുകളാണല്ലോ ഈ പിന്നെ സാധാരണഗതിയിൽ ഉൽപ്പാദന മേഖലയിൽ ചെറുകിട വ്യാപാരം എന്ന് പറയുന്നത്. അതിന് പ്രശ്നങ്ങളില്ല. അത് ഗ്രീനിലാണ് വരുന്നത്, അല്ലെ വൈറ്റിലാണ് വരുന്നത്. പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിട്ട് അങ്ങ് തുടങ്ങിയാൽ മതി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്, അതങ്ങനെ ചെയ്യാം. പക്ഷേ പിന്നെ ഇതിന് റെഡിനത് പറ്റില്ല, യെല്ലോയ്ക്കത് പറ്റില്ല. കാരണം അത് അതത് തദ്ദേശ സ്ഥാപനം ലൈസൻസ് പരിശോധിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മാത്രമല്ല, PCB മാത്രമല്ല, ആ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും വേണം. ഇവിടെ ഈ പറയുന്ന എഥനോൾ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഹെവി ഇൻഡസ്ട്രി ആയിട്ട് തന്നെ ആണ് കാറ്റഗറൈസേഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ റെഡ് കാറ്റഗറിയിലാണ് വരിക. അതിന് പഞ്ചായത്തിന് അനുമതി വേണം. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 2024 2 തവണ KSITC വഴിയാണ് ഒയാസിസ് അപേക്ഷിക്കുന്നത്. 2 പ്രാവശ്യം ഇവരെ വിളിച്ചു. 2 പ്രാവശ്യവും എലപ്പള്ളി പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് അവർക്ക് തർക്കവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉള്ളതല്ലേ? ആ രേഖകളെ മറികടന്നെന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അതൊന്നും പരിശോധിക്കാതെയും പരിഗണിക്കാതെ പോലുമാണ് രമേശ് ചെന്നിത്തല ആരോ എഴുതി കൊടുത്തത് പറഞ്ഞതെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം വസ്തുതാവിരുദ്ധമാണ് പറഞ്ഞതെന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള അരിയുടെ 38% മാത്രമേ കേരളം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന അരി മുഴുവനും തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിലാണ് വരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെയാണ് താങ്കൾ പറയുന്നത് നെൽകൃഷി ഇല്ലാതായതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് രാഷ്ട്രീയ കക്ഷികൾ പഠിക്കുന്നതിനേക്കാളും വളരെ കൂടുതലായി സംസ്ഥാന ആസൂത്രണ ബോർഡ് LDFൻ്റെ കാലത്തും UDFൻ്റെ കാലത്തും വളരെ നന്നായി പഠിച്ച ചരിത്രം അവരുടെ ട്രാക്ക് റെക്കോർഡിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആസൂത്രണ ബോർഡ് നോക്കിയാൽ മതി, ഞാനത് കൂടുതൽ വിശദീകരിക്കാൻ ഇവിടെ വരുന്നില്ല. അപ്പം നമ്മുടെ മുമ്പിലുള്ള പിന്നെ ഈ പ്രധാനപ്പെട്ട കാര്യം എന്താ? എങ്ങനെയാണ് എന്നിട്ടും നമ്മൾ പലതിനും മുമ്പിലാവുന്നത്? അവിടെയാണ് നമ്മളുടെ ഈ ബദൽ വികസന നയങ്ങൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ 8.25 കൊല്ലമായി നടക്കുന്ന ബദൽ വികസനം. ആ ബദൽ വികസനത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കിഫ്ബി തന്നെയാണ്. കിഫ്ബി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനുള്ള സമയമില്ല, അതിലേക്ക് പോകുന്നുമില്ല. പക്ഷേ കണക്ടിവിറ്റി, എന്തിൻ്റെ കണക്ടിവിറ്റി? ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റിയിൽ പ്രധാനപ്പെട്ടതാണ് റോഡ്. ആ കണക്ടിവിറ്റിയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത്. ഈ NH66-ൻ്റെ 6000 കോടി കൊടുത്തിട്ട് 79,000 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനൊപ്പം തന്നെ നാട്ടിടവഴികൾ വരെ ഈ കിഫ്ബി റോഡിലല്ലേ പണിഞ്ഞത്. ഞാൻ ആലപ്പുഴക്കാരനാണ്. പിന്നെ എൻ്റെ ആലപ്പുഴയിൽ ഹരിപ്പാട് മണ്ഡലമാണല്ലോ രമേശ് ചെന്നിത്തലയുടെ. 100 കോടി രൂപ മുടക്കിയാണ് വലിയഴീക്കൽ പാലം, ആലപ്പുഴ കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ പാലം തീർന്നത്. ചെന്നിത്തലയ്ക്ക് അഭിമാനിക്കാൻ കഴിയില്ലേ? ആലപ്പുഴക്കാർക്ക് മൊത്തം അഭിമാനിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു പാലം ഒന്നുമുള്ള കേരളത്തിന് തന്നെ ബഹുമതിയല്ലേ? ഇതുപോലെ 100 കണക്കിന് 1000 പദ്ധതികൾ കിഫ്ബി വഴി വന്നിട്ടുണ്ട്. അപ്പോഴാണ് എന്നാൽ അതിനെ ഒന്ന് കഴുത്തിന് പിടിച്ച് ഞെക്കിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് C&AG ഉപയോഗിച്ച് കഴുത്തിന് ഞെക്കാൻ വരുന്നത്. നമ്മൾ വഴങ്ങിക്കൊടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ പക്ഷേ വഴങ്ങി കൊടുക്കാതിരിക്കുമ്പോൾ എന്താണ് പിന്നെ ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾ കടവണ പരിധിയിൽ വെട്ടിക്കുറയ്ക്കും. അപ്പോഴാണ് നമ്മൾ ഫെബ്രുവരി 8-ന് കഴിഞ്ഞ വർഷം പാർലമെൻറ്റിന് മുമ്പിൽ പിന്നെ ഇദ്ദേഹത്തെ സമ്പത്തിന് അറിയാമല്ലോ, ഫെബ്രുവരി 8-ന് അവിടെ നടത്തിയ സമരം കഴിഞ്ഞ വർഷം നടത്തിയില്ലേ? അത് കഴിഞ്ഞ് അവിടെ കൊണ്ട് നിർത്താതെ സുപ്രീം കോടതിയിലും പോയില്ലേ? ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിലാണ് കേരളത്തിൻ്റെ കേസ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഭരണഘടനാ ബെഞ്ചിൽ കേസ് അവസാന റൗണ്ടപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാം. സേനാപതി വേണു, നാളത്തെ ഈ ആഗോള നിക്ഷേപക സംഗമം അത് ഉയർത്തുന്ന സാധ്യതകളെക്കുറിച്ച് കോൺഗ്രസ് കാണുന്നത് എങ്ങനെയാണ്? ഇനിയെങ്കിലും പ്രത്യേകിച്ച് തരൂരൊക്കെ ഉണ്ടാക്കിയിട്ട ഒരു അന്തരീക്ഷത്തിന് ശേഷം എല്ലാ മാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ല, കേരളത്തിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം. കാരണം കഴിഞ്ഞ ലോക കേരള സഭ നടന്നായിരുന്നല്ലോ ജൂൺ 14-15.
അതിൻ്റെ ഒരു റിസൾട്ട് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ശ്രീ സമ്പത്ത് സാറും അതുപോലെ തന്നെ ശ്രീ ജയചന്ദ്രൻ സാറും പറഞ്ഞ ഡേറ്റകളിൽ നമ്മുടെ കേരളത്തിലെ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ അതിന്റെ മൂല്യം അത് എന്താ പറയുന്നത്, അത് കണക്ക് കൂട്ടുമ്പം ഇപ്പോഴും 1.7 ബില്യണേ ആയിട്ടുള്ളൂ. നമ്മൾ കർണാടകത്തിൽ വിമർശനം നടത്തുന്നത് 150 ബില്യണിലെത്തിയിരിക്കുന്നു. ഡൽഹിയിൽ പോലും, വളരെ ചെറിയ സംസ്ഥാനമായ ഡൽഹിയിൽ പോലും 113 ബില്യൺ, തെലങ്കാനയിൽ 8.3 ബില്യൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംരംഭങ്ങളുടെ മൊത്തത്തിലുള്ള തുക അതിന്റെ എന്താ പറഞ്ഞ മൂല്യം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും 1.7 ബില്യണിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇനി കേരളത്തിന് കുതിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കേരളത്തിന് കുതിക്കണം. അങ്ങനെ കേരളം കുതിച്ചുവെങ്കിൽ മാത്രമേ ഇവിടെ മുമ്പ് അതുകൊണ്ടാണ് ഇപ്പോഴേ എതിർപ്പ് അല്ലേ? ഏതാ? അതുകൊണ്ടാണ് ഇപ്പോഴേ എതിർപ്പ്. അല്ല, അതല്ല, ആരെങ്കിലും ഇവിടെ വ്യവസായം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തൃശ്ശൂര് ഒരു സ്ഥലത്തിന്റെ പുഴയ്ക്കൽ, അവിടെ കിൻഫ പാർക്കിൽ സർക്കാരിന്റെ സൗജന്യങ്ങൾ മുഴുവൻ നേടാൻ എന്ന് പറഞ്ഞ് വ്യവസായങ്ങൾ തുടങ്ങിയ പ്രവാസികൾ അവർ പരിപാടി നിർത്തിയിട്ട് ഇട്ടിട്ട് പോയി. കാരണം ട്രേഡ് യൂണിയൻ മിലിറ്റൻസിയിൽ കേരളത്തിൽ ഇപ്പോഴും ഒന്നും നടക്കില്ലാത്ത ഒരു ഘട്ടത്തിൽ അല്ലേ ഈ അങ്ങനെ പറയുന്നത്, വസ്തുതകൾക്ക് വിരുദ്ധമായി അങ്ങനെ പറയുന്നത് കഷ്ടമാണ്. അല്ല, ഒട്ടും വസ്തുതകൾക്ക് വിരുദ്ധമല്ലെന്നേ. എറണാകുളത്ത് ഒരു വീട്ടമ്മ ഉദയം പേരൂരില് അവര് ഗ്യാസ് ഏജൻസിയിൽ അവർക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്തു കാട്ടരുത്. നോക്കുകൂലി അടക്കം ഇല്ലാതാക്കി നീങ്ങുന്ന ഒന്ന്. രണ്ട് ഒരിക്കലും ഈ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ പേരിൽ അത് പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടേണ്ടത് തൊഴിലാളികളിലൂടെയാണ്. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ ലംഘിച്ചുകൊണ്ടാകരുത്. അപ്പോൾ അങ്ങനെ ഒരു വികസനം വേണ്ട. അപ്പോൾ സുസ്ഥിരമായ വികസനം ഇത് എല്ലാവർക്കും വേണം. തൊഴിലാളിക്കും മുതലാളിക്കും പണം മുടക്കുന്നവരും നാടിനും ഒക്കെ. അതാണ് സുസ്ഥിര വികസനം. ISROയിൽ ഇറക്കാൻ കൊണ്ടുവന്ന കുറെ ആധുനിക യന്ത്രങ്ങൾ, അത് ആ വിദഗ്ധരും യന്ത്ര സഹായത്തോടു കൂടി മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ. അവിടെ നോക്കുകൂലി വേണമെന്നും പറഞ്ഞ് സമരം ചെയ്ത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു കാട്ടരുതെന്നതാണ് ഞാൻ പറഞ്ഞത്. സേനാപതി വേണു കേരളത്തിന്റെ മുഴുവൻ പോക്ക് കാണും. താങ്കൾ തന്നെ സൂചിപ്പിച്ചതാണ് കേരളത്തിന് ഇനിയും ഒരുപാട് കുതിക്കേണ്ടതുണ്ട് എന്ന് താങ്കൾ തന്നെ കോവിഡിന് ശേഷം FCI ഗോഡൌണിൽ കേന്ദ്രം കൊടുത്ത് അരി ഇറക്കാൻ സമ്മതിക്കാതെ ഞങ്ങൾക്ക് നോക്കുകൂലി വേണമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം നിൽക്കുന്നു. അതിൽ നിന്ന് മാറാതെ വന്നാൽ വരവേൽപ്പ് സിനിമയിൽ കണ്ടതുപോലെ ആ ചിത്രങ്ങൾ ആവർത്തിക്കുകയുള്ളൂ. ഈ ഗ്ലോബൽ മീറ്റും അതുപോലെ തന്നെ എന്താ പറഞ്ഞ കേരള സഭയും ഒക്കെ നടക്കും. പക്ഷേ കേരളത്തിൽ പുതിയ വ്യവസായങ്ങളോ വ്യവസായ സംരംഭങ്ങളോ വരണമെങ്കിൽ വരവേൽപ്പും സന്ദേശവും ഒക്കെയുള്ള ശ്രീനിവാസൻ ചിന്തകളിലാണ് ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത്. ശ്രീ M ജയചന്ദ്രൻ, അല്ല, നാടിപ്പോഴും അങ്ങനെയല്ലേ പോകുന്നത്? അനുഭവത്തിലല്ലേ നമ്മൾ കാണുന്നത് വർത്തമാനകാല കേരളത്തിൽ. ഇത് അജിംഷാദ്, ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രയോഗമുണ്ടല്ലോ, ദോഷൈക ദൃക്ക് എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്. സംഭവം സംസ്കൃത പദമാണെങ്കിലും മലയാളത്തിൽ ഉപയോഗിച്ചു വരികയാണ് നമ്മൾ മലയാള പദമായി. ദോഷം മാത്രം ദർശിക്കുന്ന ആള് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ല, ഞാൻ പിന്നെ ശ്രീ സേനാപതി വേണു ദോഷൈക ദൃക്കാണെന്നുള്ളതല്ല. എനിക്ക് അതിനേക്കാളും വലിയ ആരോപണമാണ്, വിമർശനമാണുള്ളത്. UDF എന്ന രാഷ്ട്രീയ മുന്നണി തന്നെ ദോഷൈകതക്കായി മാറിയത് ദൃഷ്ടാന്തമാണ് വിവിധ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ UDF പ്രതിനിധികളിൽ നിന്ന് കേൾക്കാറുള്ളത്. അപ്പോൾ അതോടെ ചേർത്ത് വെച്ചുകൊണ്ട് താങ്കളോടും പറയുന്നതിലൊരു കുഴപ്പവുമില്ല. അത്രയും ദോഷൈകതക്കാനുള്ള എല്ലാ അവകാശങ്ങളും താങ്കൾക്കുണ്ട് എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, താങ്കളെപ്പോലുള്ളവർ ഇത്ര നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ വിമർശനങ്ങളുമായി ചർച്ചകൾക്ക് പോകേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ആ പാർട്ടിയാണ് ആലോചിക്കേണ്ടത്. അത് ആലോചിക്കില്ല. കാരണം നയിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും കാണുകയല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഓരോ താങ്കൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ യാതൊരു സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടക്കം ഒരുപാട് പറയാനുണ്ട്. അല്ല ജിംഷാദ്, ഇപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യ് വേഗം. ഇല്ല, അത് ഞാൻ സമയമെടുക്കുന്നില്ല, അപഹരിക്കുന്നില്ല, സമയമില്ലല്ലോ. തീർച്ചയായും 1 മിനിറ്റിൽ താഴെ മാത്രമേ ഉള്ളൂ. ശ്രീ എ സമ്പത്ത്, അതായത് ഇനിയും കേരളത്തിന് ഒരുപാട് കുതിക്കാനുണ്ട്. ആ കുതിപ്പ് കൂടുതൽ ഊർജ്ജവത്താക്കാനാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ സമര പരിപാടികളുമായി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെ കൂടിയൊരു വാദം
സേനാപതി വേണുവിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ഇല്ല, ഞങ്ങൾ വലിച്ചൂരി സമരത്തിലില്ല കേട്ടോ. ഞങ്ങൾ സമരം തടസ്സം ചെയ്യുന്നവരല്ല. ഞങ്ങൾ നമ്മൾ സമരം ചുരുക്കി ചെയ്യുന്നവരോ തടസ്സം ചെയ്യുന്നവരോ അല്ല. അല്ല ഞാനത് സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ശ്രീ സേനാപതി വേണു ഏതെങ്കിലും നമ്മൾ ഈ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ദാറ്റ് ഈസ് നോട്ട് ദ റൂൾ, ദാറ്റ് മേ ബി ദ അബറേഷൻസ്. ഈ ഏതെങ്കിലും അമ്മമാർ നൊന്തുപറ്റ കുഞ്ഞിനെ അതിനെ കൊലപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് അമ്മമാരെല്ലാം അങ്ങനെയാണ് എന്നും, ഏതെങ്കിലും അമ്മാവന്മാർ അന്ധവിശ്വാസികളായി മാറിയത് കൊണ്ട് തൻ്റെ ബന്ധുക്കളായ കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് അമ്മാവന്മാരെല്ലാം അങ്ങനെയാണ് എന്നും, ഏതെങ്കിലും മക്കൾ തന്തതള്ളമാരെ അമ്മയെ രക്ഷകർത്താക്കളെ അച്ഛനെ ഒക്കെ നോക്കാതെ അങ്ങനെ അവരെ ആ വിധത്തിൽ അങ്ങനെ അവരോട് ക്രൂരമായി പെരുമാറിയത് കൊണ്ട് മക്കളെല്ലാവരും അങ്ങനെയാണ് എന്നും ഒക്കെ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് പോലെയാണ് തൊഴിലാളികളെ പറ്റി അങ്ങനെ പറയുന്നത്. അത് ഇതിനുള്ള ഉത്തരം INTUC-യുടെ നേതാവ് ശ്രീ R ചന്ദ്രശേഖരനോട് അദ്ദേഹം തന്നെ ചോദിച്ചാൽ മതി. ഇവിടെ ഈ കോവിഡ് കാലത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴുമെല്ലാം ഒരു നയാ പൈസ പോലും കൂലി വാങ്ങാതെ, ഒരു കട്ടൻ ചായ പോലും വാങ്ങാതെ അവിടെ വന്ന് തങ്ങളുടേതായ ജീവൻ പണയം വെച്ചടക്കം അത്തരത്തിൽ ജോലി ചെയ്ത ആളുകൾ, അവരുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമായി അവർ കണ്ടുകൊണ്ടാണ് ആ വിധത്തിൽ അവർ പണിയെടുത്തത്. പലയിടത്തും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ അവർ വന്നിട്ട് അവർ നിന്നിട്ടുള്ളത്. ഞാൻ ഈ പഴയ കാര്യങ്ങളിലേക്കൊന്ന് മലക്കെട്ട് അവിടെ ഈ മലനടയിലെ വെടിക്കെട്ട് ദുരന്തം അങ്ങനെ ഉണ്ടായ മലനടയിൽ ഉണ്ടായത് പഴയ മലയാള മനോരമ കണ്ടാൽ മതി. തൊഴിലാളികൾ, പോലീസുകാർ പോലും വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോയി. അവർ ഈ ഷോക്കിംഗ് ഇറ്റ് വാസ്, മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ വാഴയിലയിൽ എടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കുന്നത്. കോട്ടയത്ത് ഈ ഒരു കന്യാസ്ത്രീ മഠം അത് ഈ പ്രകൃതി ദുരന്തത്തിൽ ഇടിഞ്ഞ് പോയപ്പോഴത്തേക്ക് വന്നിട്ട് ഈ ചുമട്ടുതൊഴിലാളികളെ അവരുടെ തോള് അതിൽ പാരക്കോലും കമ്പിയോലും എടുത്ത് ഉയർത്തി തൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചിട്ട് ആ അമ്മമാരെ കന്യാസ്ത്രീകൾ അവിടെ നിന്ന് രക്ഷിക്കുന്നതായിട്ടുള്ളതിൻ്റെ അവരെയൊക്കെ നമ്മളിങ്ങനെ അവരാണ് കുഴപ്പമെന്ന് പറയുന്നത്. ആരെങ്കിലും എവിടെങ്കിലും അത്തരത്തിൽ അതാണ് എന്ന് ജനറലൈസ് ചെയ്യുന്നത് നമ്മളെ തന്നെ ബോധ്യമാവുകയാണ്. അത് വിമർശനത്തിൽ പോലും. എന്തായാലും കുതിപ്പ് കേരളം, നിക്ഷേപ സംഗമം അതിലൊന്നു മാത്രമാണ്. കുതിപ്പ് കേരളം തുടരുകയാണ്. പക്ഷേ പ്രതിപക്ഷം കിതയ്ക്കുന്നു എന്നതല്ല, കിതപ്പുണ്ട് എന്ന് അറിയാൻ പോലും പറ്റാത്തൊരു ആരോഗ്യാവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ക്രിയാത്മക പ്രതിപക്ഷം വളർച്ചയ്ക്ക്, സാമൂഹിക വളർച്ചയ്ക്കടക്കം, രാഷ്ട്രീയ വളർച്ചയ്ക്കടക്കം അനിവാര്യമാണ് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത്. എന്തായാലും ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിനൊപ്പം